തങ്ങൾ പാപ്പ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവറല്ലാഹു മർഖദ തങ്ങളവരുകൾ മഹാനവരുകൾ അവിടുന്ന് ഉള്ളാളത്തെ റൂമിന്ന് ദൂരെ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ ഖാദിമിന്റെ കയ്യിൽ നിന്ന് പേനങ്ങെടുക്കും. പേന എടുത്തിട്ട് മതിലിൽ ഒരു ആയത്ത് എഴുതും. ഏതാണ് ആയത്ത്? സൂറത്തുൽ ഖസസ്. അതിലെ 85-ാമത്തെ ഒരു ആയത്തുണ്ട്. എന്താണത്? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മുആദ് എന്ന്. ആ ആയത്ത് എന്തിനവതീർണമായതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ തങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടം, എന്റെ നാട് വിട്ടു പോവാണല്ലോ. അപ്പൊ അള്ളാഹ് പറഞ്ഞതാ, നബിയെ വിഷമിക്കണ്ട, തങ്ങളെ നാട്ടിലേക്ക് ഞാൻ മടക്കി തരും. എന്നിട്ടല്ലേ മക്ക ഫത്ത് ഉണ്ടായത്. മക്ക ഫത്തിനെ കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടില്ല, അത് അടുത്ത പ്രഭാഷണത്തിൽ വരാൻ പോവാണ് മക്ക ഫത്തിനെ കുറിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വീണ്ടും മക്കയിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അവിടുന്ന് ഉള്ളാളത്തെ റൂമിന്ന് ദൂരെ പോകുമ്പോ, കരീമാജി എന്നോട് പറഞ്ഞു, അടുത്ത് പോകുമ്പോ ഒന്നും അങ്ങനെ എഴുതാറില്ല, ദൂരെ പോകുമ്പോ എന്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സൂറത്തുൽ ഖസസിന്റെ 85-ാമത്തെ ആയത്ത് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മുആദ് എന്നങ്ങ് ചുമരിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ പോവും. എന്താ കാരണം? ഞാൻ പോയാൽ തിരിച്ചുവിടുക്ക് എന്നെ വരണം എന്നതിലേക്ക് സൂചനയുള്ള ആ എഴുത്താണ്. എന്നിട്ട് എന്നോട് കരീമാജി പറഞ്ഞു, അവസാനം വഫാത്തിനോട് അടുത്ത് റൂമിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ ചാവിയും പേനയും, എന്നും ഇറങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ചാവിയും പേന ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പേന തങ്ങൾ പാപ്പ എടുത്ത് അങ്ങ് എഴുതി വെച്ചിട്ട് അങ്ങനെ ഞാൻ പോലെ. ആ സമയത്ത് അവസാനം ഇറങ്ങുന്ന സമയത്ത് ഞാൻ പേന കൊടുത്തു. കരീമാജി എന്നോട് പറയാ, പതിവ് പോലെ ഞാൻ പേന കൊടുത്തു. പേന കൊടുത്തപ്പോ ഇല്ല, ഈ യാത്രയിൽ എഴുത്ത് വേണ്ട എന്ന് മഹാനവരുകൾ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞാൽ ഇനി ഉള്ളാളത്തേക്ക് മടക്കമില്ല. ആ രൂപത്തിൽ മരണം മുന്നിൽ കണ്ട് ജീവിച്ച മഹാന്മാര്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ പാപ്പയും ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ എം.എ. ഉസ്താദ്, അല്ലാഹുവേ നീ അവരുടെ എല്ലാം ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവരുടെ എല്ലാം മദദും സഹായവും സാധുക്കളായ നമുക്ക് നീ നൽകണേ അല്ലാഹ്.